ബിക്കോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അവരെ പിന്നെ കാണാനില്ല, അല്ലെങ്കിൽ അവരാർക്കും വേണ്ട, ലൈക്ക് അവർ താഴ്ത്തിയിട്ടൊരു വേണ്ടാത്ത ഒന്നുമല്ല. ബിഗ് ബോസിന്റെ ഹൈപ്പ് അത്രേ ഉള്ളൂ. ഇവിടുന്ന് പോകുന്നത് വരെ അവിടുന്ന് ഇറങ്ങുന്നത് വരെ ഉള്ളൂ ബിഗ് ബോസിന്റെ ഹൈപ്പ്. ഒരാൾ ജനിക്കുമ്പോൾ ഞാൻ ബിഗ് ബോസിൽ തന്നെയാണ് എൻ്റെ എല്ലാ വാല്യൂവും വേണ്ടതെന്നുള്ള രീതിയിൽ ആദ്യം അത് നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യം, ആ കോൺസെപ്റ്റേ നമ്മൾ അങ്ങ് എടുത്ത് കളയുക. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ ഇതാണ്, നിങ്ങൾ കയറുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇന്നാൾ നിങ്ങളവിടെ നിൽക്കുമ്പോഴും ഉണ്ടാവും, ഇറങ്ങി ഒരു 2 ആഴ്ച കൂടെ ഉണ്ടാവും. അതോടെ ബിഗ് ബോസിൻ്റെ അടുത്ത ഇത് വന്നു, അടുത്ത അങ്ങനെ ആകാവൂ, എല്ലാ പ്രോഗ്രാമും അങ്ങനെ ആകാവും. പിന്നെ അതിന് ബിഗ് ബോസിൽ 1ാമത്തെ സീസണിൽ മറ്റേ പോകേണ്ട ആവശ്യം എന്താണ്? അടുത്തടുത്ത പരിപാടി ചെയ്യുക, മനസ്സിലായോ? അപ്പം ഞാൻ തന്നെ ബിഗ് ബോസിൽ പോയി ഇറങ്ങി വന്ന് ഒരാഴ്ച ഓക്കെ, അല്ല 2 ആഴ്ച ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടിയിലേക്കും അല്ല. ഒരു കാര്യം അന്ന് ചെയ്തിട്ട് അതിൻ്റെ പേര് കിടന്ന് പുറത്ത് ബിഗ് ബോസ് കളിക്കാൻ നിൽക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അവരൊക്കെ പൊളിഞ്ഞ ഊപ്പാട് വന്നിട്ട് അകത്ത് അവിടെ പോയി നല്ല വാല്യൂ ആയിട്ട് നിന്ന് എത്രയോ ബിഗ് ബോസ് ടീമുകൾ പുറത്ത് വന്നിട്ട് ഈ ബിഗ് ബോസ് കളിച്ചിട്ടാണ് അവർ വാല്യൂ ഇല്ലാതായി പോയത്. അതൊരു പ്രോഗ്രാമായിട്ട് തന്നെ കാണും. അത് പ്രോഗ്രാം കഴിഞ്ഞു, അത് കഴിഞ്ഞു, നമുക്കൊരു സ്പേസാണ് നമ്മുടെ നിലപാടുകളൊക്കെ പറയാനുള്ള. ഇത് കണക്ക് ഒരു സ്പേസാണ്. ആക്ച്വലി ചില ഇപ്പോൾ ഈ മൈത്രേൻ്റെ ഒക്കെ നേരത്തെ പറഞ്ഞ ഡിബേറ്റ്സുകളൊക്കെ, ഇപ്പോൾ രാഹുലുമായിട്ടുള്ള അല്ലെങ്കിൽ ഹാഷ്മിയായിട്ടുള്ള അതൊക്കെ ഡിബേറ്റ്സുകളുണ്ടോ, നിലപാടുകൾ മാറി. അത് ചെറിയൊരു ബിഗ് ബോസ് തന്നെയാണ്. അത് അപ്പോൾ മൈത്രേനെ എവിടെ പറഞ്ഞു ബിഗ് ബോസ് ഒന്നും ഞാൻ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ്, അതങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത്രയും വലിയൊരു മനുഷ്യൻ എന്താണ് അങ്ങനെ? അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് മാത്രമേ ഈ ലോകത്തുണ്ടാകാൻ പാടുള്ളൂ. എല്ലാ മനുഷ്യർക്കും ഇഷ്ടമുള്ള സാധനം ഇവിടെ ഉണ്ടാകണം. അദ്ദേഹം അത് കാണുന്നതിൻ്റെ കാണണ്ട എന്നുള്ളതേ ഉള്ളൂ. അതിനെ നമ്മൾ ആക്ഷേപിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് ഇല്ലേ? അതുകൊണ്ട് ഒരുപാട് പേർക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. ഈ ഡോപ്പമിൻ പോലെയുള്ള ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്.